2025 ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സാണ്. അത് 2025 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ്: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയ. ISROയുടെ PSLV C-60 സ്പാഡെക്സ് ദൗത്യത്തിനിടെ പോയം 4 മോഡ്യൂൾ ഏത് തീയതിയിലാണ് വിക്ഷേപിച്ചത്? 30 ഡിസംബർ 2024. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? കേരളം. ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിക്കുന്നത്? കിരീബത്തി ദ്വീപ്. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം അതിരപ്പള്ളി. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് ആറന്മുള. 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ തിരുവള്ളുവർ പ്രതിമ. അടുത്തിടെ സ്വാർ സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ് എന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം? ഗുജറാത്ത്. തന്വിയൻ പിറന്തനാൾ എന്ന പുസ്തകം എഴുതിയത് യുമ വസുഗി. 2025 പ്രഥമ വേവ്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. 2025 ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഏത് മന്ത്രാലയമാണ് 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയം. 2024 വനിതാ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ WGM ആർ വൈശാലി നേടിയ മെഡൽ ഏതാണ്? വെങ്കലം. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിൽ ഒരു പുസ്തകം 2024 ജനുവരി 2 ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത വ്യക്തി കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി അമിത് ഷായാണ്. 2025-26 വരെ നീട്ടിയ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ ലക്ഷ്യം എന്താണ്? പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുന്നതിന്. 2025 ജനുവരി 1 ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ മേധാവിയായി ചുമതലയേറ്റത് എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര. 2024 ഡിസംബറിൽ റവന്യൂ സെക്രട്ടറി ആയി നിയമിതനായത് അരുണിഷ് ചൗള. CRPFിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ വിതുൽ കുമാർ. അടുത്തിടെ സ്ഫോടനം സംഭവിച്ച ഹവായിയിലെ അഗ്നിപർവ്വതം കിലൗഇയ. സ്പെല്ലിംഗ് KILAUEA. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡൽ CR450. മനു ഭാക്കർ, ഹർമൻ പ്രദീപ് സിംഗ്, ഗുകേഷ് ഡി, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്ക് 2024 ഏത് ദേശീയ കായിക അവാർഡിന് അർഹതയുണ്ട്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം സ്വിറ്റ്സർലൻഡ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം സ്വിറ്റ്സർലൻഡ്. UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് ഇന്ത്യയുടെ 4ാമത് ബിനാലൽ അപ്ഡേറ്റ് റിപ്പോർട്ട് ഏത് തീയതിയിലാണ് സമർപ്പിച്ചത്? 2024 ഡിസംബർ 30. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്? തിരുവനന്തപുരം. ഏറ്റവും പുതിയ നാസ റിപ്പോർട്ട് അനുസരിച്ച് 2025 ജനുവരി 3 ഭൂമിയെ സമീപിക്കുന്ന 2 ചിഹ്നഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? 2024 YF7, മറ്റൊന്ന് 2024 YR9. ചിഹ്നഗ്രഹങ്ങൾ ഒന്നും കൂടി പറയാം. 2024 YF7, മറ്റൊന്ന് 2024 YR9. യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ഭുവനേഷ് കുമാർ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ മുഖ്യാതിഥി ക്രിസ്റ്റീനെ പരാല ഖൺഗലു. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം NVS 02. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാൻ. രാജ്യത്തെ ആദ്യത്തെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന സംസ്ഥാനം
ഗുജറാത്ത്. വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ ഏത് രീതിയിലാണ് വിദ്യാർത്ഥികൾക്കായി തുറന്നത്? 1 ജനുവരി 2025. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ജനുവരി 4 മുതൽ 2025 ജനുവരി 9 വരെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? ന്യൂഡൽഹി. 2025 ഖോ-ഖോ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? തേജസ്സും താരയും. ബാറ്ററിയിൽ വൈദ്യുതി സംഭരിക്കുന്ന പദ്ധതി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. 2025 ജനുവരി 1 മുതൽ 2 വർഷത്തേക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നയതന്ത്ര സ്ഥാപനത്തിൽ ജപ്പാന് പകരം ഏത് രാജ്യമാണ് സ്ഥാനം നൽകുന്നത്? പാകിസ്ഥാൻ. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം? 2024. 2025 ജനുവരി ഫിഡെ ചെസ് റാങ്കിംഗ് ഓപ്പൺ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം? ക്വസ്റ്റ്യൻ ഒന്നും കൂടി. 2025 ജനുവരി ഫിഡെ ചെസ് റാങ്കിങ്ങിൽ ഓപ്പൺ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ വ്യക്തി മാഗ്നസ് കാൾസൺ. റിപ്പബ്ലിക് ദിനത്തിലെ സ്കൂൾ അവധിക്ക് പകരം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുവാൻ തീരുമാനമെടുത്ത സംസ്ഥാനം മഹാരാഷ്ട്ര. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിലെ വൈകല്യം പരിഹരിക്കുന്നതിനുള്ള റോബോട്ടിക് ഗേറ്റ് ട്രെയിനർ G-ഗേറ്റർ പീഡിയാട്രിക്. 2024 ഡിസംബറിൽ അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി S. ജയചന്ദ്രൻ നായർ. പ്രതിരോധ മന്ത്രാലയം പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2025. ഗുജറാത്തിൽ നിലവിൽ വരുന്ന 34ാമത്തെ ജില്ല വാവ് ഥരാഡ്. സ്പെല്ലിംഗ് പറയാം. VAVTHARAD. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. നിലവിലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി. മൊത്ത വിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കാനുള്ള രീതി പരിഷ്കരിക്കാനായുള്ള സമിതിയുടെ അധ്യക്ഷൻ രമേശ് ചന്ദ്. അടുത്തിടെ ചൈനയിൽ പടർന്ന് പിടിച്ച വൈറസ് HMPV. അടുത്തിടെ US-ൽ പടർന്നു പിടിച്ച വൈറസ് നോറോ വൈറസ്. സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രാജ്യം US. 5 ഇന്നിങ്സിൽ നിന്ന് പുറത്താവാതെ 542 റൺസ് എടുത്ത കരുൺ നായർ ടീമിന് വേണ്ടിയാണ് വിദർഭ കളിക്കുന്നത്. 8ാമത് അന്താരാഷ്ട്ര ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ 2025 ജനുവരി 10 മുതൽ കേരളത്തിൽ എവിടെ വെച്ചാണ് നടക്കുന്നത്? തൃശ്ശൂർ. കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. EPFOയുടെ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെൻറ്റ് സംവിധാനത്തിൽ നിന്ന് എത്ര ലക്ഷം പെൻഷൻകാർക്ക് പ്രയോജനം ലഭിക്കും? 68 ലക്ഷത്തിലധികം പെൻഷൻകാർക്ക്. ഉഭയകക്ഷി വരുണ അഭ്യാസത്തിനിടെ 42ാം പതിപ്പ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ആണവ പരീക്ഷണ പദ്ധതികൾക്ക് തൻ്റേതായ സംഭാവനകൾ നൽകിയിരുന്ന ഈ അടുത്ത അന്തരിച്ച വ്യക്തി ഡോക്ടർ ചിദംബരം. 2025 ജനുവരി 5 വരെ ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുടെ ആസ്ഥാനമായി മാറിയ രാജ്യം ഇന്ത്യ. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം ജനുവരി 4. വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ സെഞ്ചുറി നേടിയ കേരള ക്രിക്കറ്റ് താരം കൃഷ്ണപ്രസാദ്. ഈയിടെ അന്തരിച്ച ലോകമുത്തശ്ശി എന്നറിയപ്പെടുന്ന വ്യക്തി ടൊമിക്കോ ഇറ്റുക്ക. ബാക്കി കറണ്ട് അഫയേഴ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അതുവരെ നിങ്ങൾ ഇതെല്ലാം റിവൈസ് ചെയ്ത് എല്ലായ്പ്പോഴും കേട്ട് പഠിക്കുക. താങ്ക് യു.